രാമായണ കഥ ഒരു ആഖ്യാനമാണ്. ഇത് ആർക്ക് ഉപദേശിക്കുന്നതാണ്? ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നതാണ് രാമായണ കഥ. എഴുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേരെന്ത്? അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ് എഴുത്തച്ഛൻ്റെ രാമായണ കൃതിയുടെ പേര്. എഴുത്തച്ഛന് മുമ്പ് മലയാളത്തിൽ ഉണ്ടായ രാമായണ കൃതികൾ: രാമചരിതം, രാമകഥപ്പാട്ട്, കണ്ണശരാമായണം. ഇവയാണ് എഴുത്തച്ഛന് മുമ്പ് മലയാളത്തിൽ ഉണ്ടായ രാമായണ കൃതികൾ. തമിഴിലുണ്ടായ രാമായണ കൃതി കമ്പരാമായണമാണ് തമിഴിലുണ്ടായ രാമായണ കൃതി. ലോകത്തിലുണ്ടായ എല്ലാ രാമായണ കൃതികൾക്കും അടിസ്ഥാനമായ കൃതി വാൽമീകി രാമായണമാണ് ലോകത്തിലുണ്ടായ എല്ലാ രാമായണ കൃതികൾക്കും അടിസ്ഥാനമായ കൃതി. ദശരഥൻ ഏതു വംശപരമ്പരയിൽപ്പെടുന്നു? സൂര്യവംശം അഥവാ ഇക്ഷ്വാകുവംശം, രഘുവംശം. ദശരഥൻ ഈ വംശപരമ്പരയിൽപ്പെടുന്നു. ശ്രീരാമനും സീതയുമായി അവതരിച്ചത് ആരെല്ലാമാണ്? മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ് ശ്രീരാമനും സീതയുമായി അവതരിച്ചത്. പുരാതന കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം അയോധ്യയാണ് പുരാതന കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം. പുരാതന കോസല രാജ്യം ഏത് നദിയുടെ തീരത്താണ്? സരയൂ നദീ തീരത്താണ് പുരാതന കോസല രാജ്യം. മക്കളുണ്ടാവാൻ വേണ്ടി ദശരഥൻ അനുഷ്ഠിച്ച യാഗം പുത്രകാമേഷ്ടി യാഗമാണ് മക്കളുണ്ടാവാൻ വേണ്ടി ദശരഥൻ അനുഷ്ഠിച്ച യാഗം. ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രി സുമന്ത്രനാണ് ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രി. സുമന്ത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല ഉപദേശകൻ എന്നാണ് സുമന്ത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ലോമപാദൻ ഭരിച്ചിരുന്ന അംഗരാജ്യത്ത് ആരുടെ പാദസ്പർശം ഏറ്റപ്പോഴാണ് മഴ പെയ്തത്? ഋഷ്യശൃംഗൻ്റെ പാദസ്പർശം ഏറ്റപ്പോഴാണ് അംഗരാജ്യത്ത് മഴ പെയ്തത്. ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം പുണർദമാണ് ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം. ആരുടെ അവതാരമാണ് ഭരതനും ശത്രുഘ്നനും? വിഷ്ണുവിൻ്റെ ശംഖ് ഭരതനും സുദർശനം ശത്രുഘ്നനുമായാണ് അവതരിച്ചത്. വാൽമീകി മഹർഷിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? രത്നാകരൻ എന്നായിരുന്നു വാൽമീകി മഹർഷിയുടെ യഥാർത്ഥ പേര്. ഋഷിയായി മാറുന്നതിന് മുമ്പ് വാൽമീകി ആരായിരുന്നു? കൊള്ളക്കാരനായിരുന്നു. ദശരഥപുത്രന്മാരുടെ ജാതകം, നാമകരണം തുടങ്ങിയവ നടത്തിയത് ആരാണ്? വസിഷ്ഠനാണ് ദശരഥപുത്രന്മാരുടെ ജാതകം, നാമകരണം തുടങ്ങിയവ നടത്തിയത്. ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേര്? കോദണ്ഡം എന്നാണ് ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേര്. ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത് ആർക്കായിരുന്നു? ലോമപാദർക്കാണ് ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വളർത്തുപുത്രിയായി നൽകിയത്. യുദ്ധത്തിൽ വെച്ച് ദശരഥൻ്റെ രഥത്തിലെ ചക്രത്തിൻ്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി എന്താണ് ആ സ്ഥാനത്ത് വെച്ചത്? കയ്യിലെ ചെറുവിരൽ. യുദ്ധത്തിൽ വച്ച് ദശരഥൻ്റെ രഥത്തിലെ ചക്രത്തിൻ്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി കയ്യിലെ ചെറുവിരലാണ് ആ സ്ഥാനത്ത് വെച്ചത്.